നടപടികൾക്കിടയിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ ഇത് പുറത്തുവിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ ജനങ്ങൾക്ക് മുന്നിൽ കണക്കുകൾ പറയുക, ആ വാഗ്ദാനം ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് LDF എന്ന നിലയിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാരണം സർക്കാർ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിന് ഇപ്പം പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് 10ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് LDF എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ 5 വർഷത്തെ പ്രവർത്തന പുരോഗതിയാണ് ഇതിൽ സംക്ഷിപ്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2021 900 വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇപ്പോൾ കാണുമ്പോൾ അതിൽ 97% നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒന്നുകിൽ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർത്തിയാകുന്നതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ഭൂമിയും വീടും. ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ലൈഫ് പദ്ധതി 2016 സർക്കാർ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായി 5 ലക്ഷം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു. 5 ലക്ഷം വീട് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ശരാശരി 4 ആളെ എടുത്താൽ 20 ലക്ഷം ആളുകൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ലൈഫ് മിഷന് പുറമെ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസം ഉറപ്പിക്കാൻ പുനർഗേഹം പദ്ധതി നടപ്പാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി 2782 വീടുകൾ, 738 ഫ്ലാറ്റുകൾ കൈമാറിയിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ അവകാശം, ഭൂമി കയ്യിലുണ്ട്, പക്ഷെ അവകാശമില്ല, പട്ടയം ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഈ 10 വർഷത്തിനകം 4,56,689 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകാനായത്. യഥാർത്ഥത്തിൽ അത് 5 ലക്ഷം കവിയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ SIR നടപ്പാക്കിയല്ലോ. SIR നടപ്പാക്കിയപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാകെ ആ ഡ്യൂട്ടിയിലായി. അതുകൊണ്ടാണ് 5 ലക്ഷം കവിയാതിരുന്നത്, അല്ലെങ്കിൽ 5 ലക്ഷം കവിയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് മലയോരത്ത്, പ്രത്യേകിച്ച് ഇടുക്കിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, ഭൂപ്രശ്നമാണ്, ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനായി നിയമ ഭേദഗതി കൊണ്ടുവന്നു. ചട്ടങ്ങളും അതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചു. കേരളത്തിൻ്റെ മാനം വലിയ തോതിൽ ഉയർത്തിയ ഒരു കാര്യമാണ് കേരളം അതിദാരിദ്ര്യമുക്തമായത്. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്ത് തന്നെ
അപൂർവം രാഷ്ട്രങ്ങളെ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനവും അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, നിങ്ങൾ ലോൺ എടുത്താൽ അതിൻ്റെ ഭാഗമായി ജപ്തി വരിക, ഉള്ള കടപ്പാടം നഷ്ടപ്പെട്ടു പോവുക. ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിന് പരിഹാരം കാണുക എന്നത് പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. LDF നേരത്തെ തന്നെ ആ കാര്യത്തിൽ നടപടികൾ വേണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഒരു നിയമം, ഏക കിടപ്പാട സംരക്ഷണ നിയമം ഇപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് ഇത്തരം വീടുകൾ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ തടയുന്നതിന് ഉപകരിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാരുടെ അധ്വാനത്തിന് അംഗീകാരം നൽകണമെന്ന് നേരത്തെ തന്നെ കണ്ടതാണ്. അതിൻ്റെ ഭാഗമായി പ്രതിമാസം 1000 രൂപ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചു. അതിൽ 16 ലക്ഷത്തിലധികം സ്ത്രീകൾക്കാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത്. അതിനിയും വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതേപോലെ തന്നെ അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് ലഭിക്കുന്ന സഹായം വർദ്ധിപ്പിക്കുന്നതിന് നടപടിയെടുത്തു. നമ്മുടെ കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുതലാണ്. ആയുർദൈർഘ്യം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ്. അതിൻ്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഒരു കമ്മീഷൻ, വയോജന കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ നിക്ഷേപ സൗഹൃദ നിലയിൽ ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇത് കൃത്യമായ ഇടപെടലുകളുടെ ഭാഗമായി നേടാൻ കഴിഞ്ഞ നേട്ടമാണ്. ഇതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള വ്യവസായ വികസന സാധ്യതയാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഭരണത്തിൻ്റെ ശരിയായ സ്വാദ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക എന്നത്. അതിൽ തീരുമാനങ്ങൾ വേഗത്തിലാവണം, മറ്റ് തടസ്സങ്ങൾ ഒഴിവാക്കി കിട്ടണം. അതൊക്കെ ജനങ്ങൾ നല്ലതുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിൽ സ്മാർട്ട് നടപ്പാക്കിയപ്പോൾ ഭരണ സേവനങ്ങൾ ലളിതമാക്കപ്പെട്ടു. അതിലൂടെ 82 ലക്ഷം അപേക്ഷകൾ അതിവേഗതയിൽ തീർപ്പാക്കാനും കഴിയും. നമ്മുടെ സംസ്ഥാനം പൊതുസേവനാവകാശ ബിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സേവനാവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അത്തരമൊരു ബിൽ വഴി സമയബന്ധിത സേവനം ലഭ്യമാക്കുന്നത് നിയമപരമായി ഉറപ്പാക്കാൻ കഴിയും. അതിൽ വീഴ്ച വന്നാൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കാനാവും.
അതേപോലെ തന്നെ നമ്മുടെ കേരളമാണ് ഏറ്റവും കൂടുതൽ PSC വഴിയുള്ള നിയമനം നടന്ന സംസ്ഥാനം. ഇതിൻ്റെ ഭാഗമായി 3,13,202 നിയമനങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ച് കൂടുതൽ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ KDISC വഴി 2,66,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇവിടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി നമ്മുടെ യുവത പഠനം കഴിഞ്ഞ് പിന്നീട് ആവശ്യമായ നൈപുണ്യം നേടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ആ സമയം അവർക്ക് പ്രത്യേക വരുമാനമൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ സ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് കണക്ട് വർക്ക് എന്നൊരു പദ്ധതി യുവാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയത്. അതുവഴി 75,376 പേർക്ക് സാമ്പത്തിക സഹായം നൽകാനായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ ലഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ നൈപുണ്യം നേടുന്നതിനുള്ള അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ട് സർക്കാർ ചെയ്ത ഒരു നടപടി ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി തലത്തിൽ ഇപ്പോൾ സൗജന്യമായിരുന്നില്ല, അത് സൗജന്യമാക്കി നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, അതിൽ നമ്മൾ വളരെ പിറകിലായിരുന്നു. നാട്ടിലെ റോഡുകൾ പൊതുവിലിടുങ്ങിയതായിരുന്നു. ദേശീയപാതയുടെ നിലവാരം തന്നെ പലയിടത്തും വില്ലേജ് റോഡുകളിൽ നിന്നും പിറകിലായിരുന്നു. ഇത് നല്ല രീതിയിൽ പരിഹരിക്കാൻ നമുക്കായി. ഇപ്പോൾ ദേശീയപാത 66 പ്രവർത്തനങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാർ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി എടുക്കുന്ന ഭൂമിയുടെ വിലയുടെ 25% കൊടുക്കാൻ തയ്യാറായതിലൂടെ രാജ്യത്തൊരിടത്തും അതിനു മുൻപോ